പണ്ട് ദൂരദർശനിൽ മെഗാ ഹിറ്റായി സംപ്രേഷണം ചെയ്യപ്പെട്ട ചന്ദ്രോദയം സീരിയൽ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കോട്ടയം ഭാസ്കരൻ പിള്ളയും പ്രേമും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ പിള്ള കവി സമ്മേളനത്തിന് പോയ സംഭവം വിവരിക്കുന്നുണ്ട്. കവിത അങ്ങ് തുടങ്ങിയതേയുള്ളൂ, കയ്യടി പെരുമഴ പോലെ എന്ന് കോട്ടയം ഭാസ്കരൻ പിള്ള പറയുമ്പോൾ കൂവി വെളുപ്പിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടതെന്ന് പ്രേം പറയുന്നു. എവിടെയും കാണുമല്ലോ കുറെ കുറക്കന്മാര് വിവരദോഷികൾ എന്ന് ഭാസ്കരൻ പിള്ള പറയുമ്പോൾ അച്ഛൻ പോകരുതായിരുന്നു എന്ന് പ്രേം പറയുമ്പോൾ അത് കൊള്ളാം. സാഹിത്യകാരന് ആദ്യം വേണ്ടത് തൊലിക്കട്ടിയാണ്. കൂവൽ വരും, ചിലപ്പോൾ ഏറു വരും, കുലുങ്ങരുത് എന്ന് അച്ഛൻ മകനോട് പറയുമ്പോൾ കൂവലിൻ്റെയും ഏറിൻ്റെയും കാര്യമല്ല പറഞ്ഞത് എന്ന് പ്രേം പറയുന്നു. പിന്നെ എന്ന് അച്ഛൻ പറയുമ്പോൾ തുടർന്ന് പ്രേം പറയുന്നുണ്ട്, ശങ്കർജി സാറിനെ ക്ഷണിക്കാനല്ലേ അവർ വന്നത്. പ്രേമിൻ്റെ അമ്മ ഇത് കേട്ട് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. മകൻ്റെ മുഖത്തേക്ക് ഈ വർത്താനം കേട്ടെന്ന് നോക്കുന്നുണ്ട്. ഷെടാ, ശങ്കർജി വേണ്ടാന്ന് വെച്ചത് കൊണ്ട് എനിക്ക് പോയിക്കൂടെ, എന്താ ദാക്ഷായണി ഇവനീ പറയുന്നേ എന്ന് ഭാസ്കരൻ പിള്ള ഭാര്യയോടായി പറയുമ്പോൾ അവന് നല്ല വിഷമമുണ്ട് എന്ന് ദാക്ഷായണി പറയുന്നു. അതെന്തിനാണ്, ഒരു സാധനം ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് വേറൊരാൾക്ക് വാങ്ങിച്ചൂടെ എന്ന് ഭാസ്കരൻ പിള്ള പറയുന്നു. അങ്ങനെ ഒരു സാധനമല്ലല്ലോ, കവി സമ്മേളനമല്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് കേട്ടോ പ്രേമൻ. ഒരു ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് ഭാസ്കരൻ പിള്ള പറയുന്നു. ശങ്കരൻ സാറ് അച്ഛൻ്റെ സുഹൃത്തല്ലേ, അച്ഛൻ അദ്ദേഹത്തോട് ബഹുമാനമില്ലേ, ആ കുടുംബം നമുക്ക് അന്യമാണോ എന്ന് പ്രേം പറയുമ്പോൾ അത് കേട്ട് ഇടം കണ്ണിട്ട് മോനെ നോക്കുന്നുണ്ട് ദാക്ഷായണി. ചെയ്ത് വലിയ പുലിവായല്ലോ ഈശ്വര, ഞാനൊരു കവിയായി പോയില്ലേ, അവന്മാർ എന്നെ ക്ഷണിച്ചും പോയി, ഞാനൊരു കവിത ചൊല്ലിയും പോയി, ഇനി അതൊക്കെ മായ്ച്ചു കളയാൻ പറ്റുമോ ദാക്ഷായണി എന്ന് ഭാസ്കരൻ പിള്ള പറയുമ്പോൾ പ്രേം അവിടെ നിന്നും എണിച്ചു പോകുന്നു. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതെങ്ങനെ, ഇവിടെ ഒരാൾക്ക് മൈക്ക് സ്റ്റേജ് എന്ന് കേട്ടാൽ ഇളക്കം അല്ലയോ, മുറ്റത്തൊരു കാറിൻ്റെ ഹോണും കേട്ടാൽ അപ്പം ചാടി ഇറങ്ങുമെന്ന് ദാക്ഷായണി ഭർത്താവിനോട് പറയുമ്പോൾ എന്നാലും ഇക്കാര്യത്തിൽ ഇവനെന്താ ഇത്ര തീ തിന്നാൻ, കാര്യമെന്താ എന്ന് ഭാസ്കരൻ പിള്ളക്ക് മനസ്സിലായില്ല. കാര്യമുണ്ട് എന്ന് ഭാസ്കരൻ മൂളുമ്പോൾ അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ദാക്ഷായണി ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് ഭാസ്കരൻ പിള്ള മറുപടി പറയുന്നു. അത് ഏതോ ഒരു പെണ്ണല്ല, നമ്മുടെ സുമിത്രയാ എന്ന് ദാക്ഷായണി പറയുമ്പോൾ നീ ചുമ്മാ ഓരോന്ന് കെട്ടി എഴുന്നള്ളിക്കല്ലടോ, ചുമ്മാതല്ല, ഒരമ്മയ്ക്കേ അറിയൂ മക്കളുടെ മനസ്സ്, നീ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന ഭാസ്കരൻ ചോദിക്കുമ്പോൾ ആ വീട്ടുകാരെ പറ്റി പറയുമ്പോഴുള്ള അവൻ്റെ താല്പര്യം കണ്ടിട്ടില്ലേ, പിന്നെ ശങ്കർജിക്ക് പകരം നിങ്ങൾ കവി സമ്മേളനത്തിന് പോയതിൽ അവൻ്റെ വിഷമം ശ്രദ്ധിച്ചില്ലേ എന്ന് ദാക്ഷായണി പറയുമ്പോൾ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്ന് ഭാസ്കരൻ പിള്ള പറയുമ്പോൾ എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ദാക്ഷായണി പറയുന്നു. എന്തോന്ന് അയാൾ ചോദിക്കുമ്പോൾ പണ്ട് ഞാൻ ടൈപ്പിംഗ് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കത്തില്ലായിരുന്നു, അതുപോലെ നമ്മുടെ മോന് നോക്കുന്നുണ്ട് സുമിത്ര ഇതിലേ പോകുമ്പോൾ. അതിലിപ്പോൾ ഇത്ര കാര്യമില്ല, കണ്ടാൽ കൊള്ളാവുന്ന പെൺപിള്ളേരെയൊക്കെ എല്ലാ ആൺപിള്ളേരും ഒളിഞ്ഞും തെളിഞ്ഞും നോക്കും, എന്നിട്ട് അതിലൊന്നും പെടാത്തതിനെ അങ്ങ് കിട്ടും. നിങ്ങൾ അങ്ങനെയായിരുന്നു ദാക്ഷായണി ചോദിക്കുമ്പോൾ ഞാനല്ല, എൻ്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നില്ല എന്ന് ഭാസ്കരൻ പറയുമ്പോൾ പ്രേം നിങ്ങളുടെ മോനല്ലേ, അപ്പോൾ അവനും അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ദാക്ഷായണി ചോദിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് മറുപടി പറയുന്നുണ്ട് ഭാസ്കരൻ പിള്ള. ഞാൻ വെറുതെ പറയുകയില്ല, ഇന്നു മുതൽ മകനെ നിരീക്ഷിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട് ദാക്ഷായണി. ഏതായാലും എൻ്റെ മോൻ നോട്ടമിട്ട പെണ്ണല്ലേ സുമിത്ര, അവളുടെ അച്ഛനല്ലേ ശങ്കർജി, അതുകൊണ്ട് ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, പരിഹരിക്കാം, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് ഇപ്പോൾ മുതൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ പിള്ള. പിന്നീട് കാണിക്കുന്നത് ശങ്കർജിയുടെ വീട്ടിലേക്ക് ഗേറ്റ് തുറന്നു വരുന്ന ഭാസ്കരൻ പിള്ളയാണ്. ചിരിച്ചും കൊണ്ട് വരാന്തയിലിരിക്കുന്ന ശങ്കർജിയോടായിട്ടും ഭാര്യയോടായിട്ടും നമസ്കാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ പിള്ള. അപ്പോൾ ശങ്കർജിയും ചിരിച്ചും കൊണ്ട് കുശലം ചോദിക്കുന്നുണ്ട്. എന്താടാ പതിവില്ലാതെ ഈ നേരത്ത് ഇരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശങ്കർജി. പരിപ്പ് കറി എൻ്റെ വീക്ക്നെസ് ആണെന്നറിയാലോ, അവളെന്നെ വാരിക്കോരി കഴിപ്പിക്കുകയും ചെയ്തു. ഗ്യാസ് കയറി, എന്നാൽ അല്പം നടക്കാമെന്ന് വെച്ചു. നടന്ന് ദേ ഇവിടെ എത്തി. അപ്പോഴാണ് യമുനയും സുമിത്രയും വരാന്തയിലേക്ക് വന്നത്. നിന്നെ ഇന്നലെ TV ഷോയിൽ കണ്ടു, കവി സമ്മേളനം നന്നായിരുന്നു, കവിത എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അതൊരു അബദ്ധം പറ്റിപ്പോയി ശങ്കർജി, മനഃപൂർവ്വമല്ല എന്ന് ഭാസ്കരൻ പറയുമ്പോൾ എന്താടോ കവിത ചൊല്ലുന്നത് അബദ്ധമാണോ എന്ന് ശങ്കർജി ചോദിക്കുമ്പോൾ അതല്ല, പക്ഷേ
പ്രേമൻ എന്നോട് പരിഭവത്തില എന്നും പറയുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ പിള്ള. അതെന്തിനാ പ്രേമൻ എന്തിനാ പരിഭവിക്കുന്നത് എന്ന് ശങ്കർജി പറയുമ്പോൾ, ശങ്കർജി വേണ്ടെന്ന് വെച്ചത് ഞാൻ ഏറ്റെടുത്തില്ലേ, അത് തെറ്റായി എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, ഞാനത് ഓർത്തില്ല ശങ്കർജി, അവർ വന്ന് വിളിച്ചപ്പോൾ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, നിസ്സാരക്കാരൻ കളടോ, പിന്നെ തൻ്റെ കൂടെ കാറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല ആ 2 എണ്ണം, അവരുടെ കഥ എന്തായി എന്ന് ശങ്കർജി ചോദിക്കുമ്പോൾ, ഒന്നിച്ചു സ്റ്റേജിൽ കയറിയതും കാല് തെറ്റി മുഖമടച്ചു വീണു, അതും പറഞ്ഞ് അവർ ചിരിച്ചു. മലയാളം കവിതയുടെ പുതിയ മുഖങ്ങളായിരുന്നു. ഗ്യാസ് കറിയ ഭാസ്കരൻ പിള്ള ഏമ്പക്കമിട്ടു. അരിഷ്ടം വേണോ? അയാളോടായിട്ട് യമുന ചോദിക്കുന്നു. വേണ്ട മോളെ, 4 ഏമ്പക്കം വിട്ടാൽ ഇത് ശരിയാകും. മോളെന്താ അങ്ങോട്ടൊന്നും വരാതെ? ദാക്ഷാണി എപ്പോഴും പറയും സുമിത്രയുടെ കാര്യം എന്ന് ഭാസ്കരൻ പിള്ള പറയുമ്പോൾ, അപ്പം എൻ്റെ കാര്യം പറയില്ലേ എന്ന് യമുന ചോദിക്കുമ്പോൾ, പിന്നെ അയൽക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നും പോയി കൊണ്ടിരിക്കണം മക്കളെ, ഇല്ലെങ്കിൽ തീരെ അടുപ്പമില്ലാതായി പോവും എന്നാണ് ദാക്ഷാണി പറയുന്നത്. അതിലല്പം വാസ്തവമുണ്ട് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, അതേന്ന് സമ്മതിക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മി. അപ്പോഴാണ് പ്രേം അങ്ങോട്ട് വന്നത്. അച്ഛൻ്റെ പിറകെ എത്തിയില്ലോ എന്ന് യമുന പറയുമ്പോൾ, നീ എന്താ ഇവിടെ എന്ന് ഭാസ്കരൻ പിള്ള പ്രേമിനോട് ചോദിക്കുമ്പോൾ, അച്ഛനെ കാണാതായപ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രേം. അപ്പോൾ ചിരിച്ച്, അച്ഛനെ പൂച്ച പിടിച്ചോ എന്ന് പേടിച്ചു എന്ന് ഭാസ്കരൻ പിള്ള തമാശ പറയുകയും എല്ലാവരും അത് കേട്ട് ചിരിക്കുകയും ചെയ്തു. താനെന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ശങ്കർജി പ്രേമിനോടായിട്ട് പറയുന്നുണ്ട്. ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രേം. നോക്ക്, ഇവിടെ അച്ഛൻ എല്ലാ കുറ്റവും ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മോന് വ്യസനം വേണ്ട എന്ന് ഭാസ്കരൻ പറഞ്ഞു. ഇത് കേട്ട് പ്രേമിന് സന്തോഷമാവുന്നു. അവൻ സുമിത്രയെ നോക്കുന്നു. അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സുമിത്ര. ഇത് വലിയ കഷ്ടമല്ലോ പ്രേമ, അച്ഛൻ കവി അരങ്ങിൽ പങ്കെടുത്തതിൽ എന്താ തെറ്റൊരു തെറ്റുമില്ല, കവിത പെട്ടിൽ പൂട്ടി വെക്കാനുള്ളതല്ല, ലോകരെ ചൊല്ലി കേൾപ്പിക്കാനുള്ളതാണ് കേട്ടോ എന്ന് ശങ്കർജി പ്രേമിനോടായിട്ട് പറയുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ശങ്കർജി, അല്ലെങ്കിൽ ഞങ്ങളെ തിരക്കി ദാക്ഷാണിയും ഇങ്ങോട്ട് നടക്കിയെന്നും പറഞ്ഞ് അവർ ഇറങ്ങുന്നു. പോട്ടെ എന്ന് സുമിത്രയോടായിട്ട് പ്രേം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് യമുനയും സുമിത്രയും മുഖാമുഖം നോക്കുന്നുണ്ട്. പ്രേമും ഭാസ്കരൻ പിള്ളയും പോകുമ്പോൾ പ്രേം തിരിഞ്ഞു നോക്കുന്നുണ്ട് സുമിത്രയെ. പിന്നീട് കാണിക്കുന്നത് വായിച്ചും കൊണ്ടിരിക്കുന്ന സുമിത്രയെയാണ്. അപ്പോഴാണ് യമുന അങ്ങോട്ടേക്ക് വന്നത്. പരിപ്പ് കറി കഴിച്ചത് കൊണ്ടാണ് ബാസി അങ്കിളിന് ഗ്യാസ് കയറിയതെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? കുറ്റബോധം കൊണ്ട് അച്ഛൻ്റെ ഉള്ളിൽ ഇടിച്ചു കയറി ഷൈൻ ചെയ്യാൻ നോക്കിയതിൻ്റെ കുറ്റബോധം എന്ന് പറയുന്നുണ്ട് സുമിത്രയോടായിട്ട് യമുന. അങ്ങനെയൊന്നും പറയരുത്, ഒരു ശുദ്ധനാ ബാസി അങ്കിൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനോ എന്ന് യമുന ചോദിക്കുമ്പോൾ സുമിത്ര ചെറുചിരിയോടെ നിൽക്കുമ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ. ഒരു LKG കുട്ടിയെപ്പോലെ അച്ഛനെ തേടി വരിക, ഒരാളോട് മാത്രം മുഖത്ത് നോക്കിപ്പോയി വരട്ടെ എന്ന് പറയുക, എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. തുടർന്ന് എൻ്റെ സംശയം അദ്ദേഹത്തിന് താങ്കളോട് ശരിയില്ലേ എന്ന് യമുന പറയുമ്പോൾ, ഹേയ് പാവ, ഇന്നലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ എന്ന് സുമിത്ര പറഞ്ഞു തുടങ്ങുമ്പോൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ എന്ന് യമുന കൗതുകത്തോടെ ചോദിക്കുന്നു. നോക്ക്, ഇത് നിൻ്റെ മനസ്സിലിരുന്നാൽ മതി, ആരോടും കൊട്ടിഘോഷിക്കുകയൊന്നും വേണ്ട, അത്രയ്ക്കുള്ളൂ, കാര്യമേ ഉള്ളൂ എന്ന് സുമിത്ര പറയുമ്പോൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ പറ ചേച്ചി എന്ന് യമുന ചോദിക്കുന്നു. ലേശം റൊമാൻറ്റിക്കായി എന്നോട് സംസാരിച്ചു, പുലർച്ചെ എന്നെ സ്വപ്നം കണ്ടു എന്ന് സുമിത്ര പറയുമ്പോൾ, എൻ്റെ ഭഗവാനെ, എന്നിട്ട് ബാക്കി കേൾക്കുന്ന യമുന ഇരിക്കുന്നു. എന്നിട്ടെന്താ ഒന്നുമില്ല എന്ന് സുമിത്ര പറയുമ്പോൾ, തുടർന്ന് എൻ്റെ ഊഹം ശരി തന്നെ എന്ന് യമുന പറയുമ്പോൾ, എന്തോ എന്ന് സുമിത്ര ചോദിക്കുന്നുണ്ടോ യമുനയോടായിട്ട്. അതാണ് പ്രേമം എന്ന് പറയുമ്പോൾ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല എന്ന് സുമിത്ര പറയുന്നുണ്ട് കേട്ടോ. ജോലി ഉണ്ടല്ലോ. ഹേ ഭാസ്കരപുത്ര, 1 വേ കാമുക, താങ്കൾക്ക് വഴി തെറ്റിപ്പോയിരിക്കുന്നു. ഞങ്ങൾ ശങ്കർജിയുടെ പെൺമക്കൾ, ഞങ്ങളുടെ കുടുംബ നിഘണ്ടുവിൽ പ്രേമം എന്ന പദമേ ഇല്ല. അതിനാൽ ആ പിറക്കാല സ്വപ്നം വെറും ഒരു സ്വപ്നം മാത്രം. ആശാൻ വേറെ കൊമ്പ് നോക്ക്. ചിരിച്ചും കൊണ്ട് യമുന അവിടെ നിന്നും പോകുന്നു. സുമിത്ര ആലോചനയിൽ ഇരിക്കുന്നു. ഈ സീരിയൽ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്